ഗൗതം, ഇന്ന് വീണ്ടും സഭ സമ്മേളിക്കുകയാണ് അല്ലെ? നമുക്ക് തിരുവനന്തപുരത്ത് സഭ സമ്മേളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ദിസ്ന സുരേഷ് തയ്യാറാണ്. 3 ദിവസത്തെ ഭയങ്കര നാടകീയ രംഗങ്ങളായിരുന്നു ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട്. ഇന്നിനെയും 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലെ? 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച സർക്കാരിനെതിരെ വീണ്ടും ആയുധമാക്കാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം, ഒപ്പം പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസായി സ്വർണ്ണക്കവർച്ച കൊണ്ടുവരുമോ എന്നതിലാണ് ആകാംക്ഷ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഈ ശബരിമല സ്വർണ്ണ കവർച്ച നിയമസഭയെ പ്രക്ഷുബ്ധമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഗി, ഗുഡ് മോർണിംഗ്. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സഭാ സമ്മേളനം ആരംഭിക്കുന്നത് എന്ന് തന്നെയാണ്. പ്രധാനമായും കഴിഞ്ഞ ദിവസം സഭ പിരിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. നടുത്തളത്തിൽ ഇറങ്ങിയൊക്കെ പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോൾ അതിനെ എതിർക്കുവാനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. വി ശിവൻകുട്ടിയുടെ ഒക്കെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയുടെ കവാടത്തിന് മുന്നിലേക്ക് ഇറങ്ങി വന്നതും പ്രതിഷേധിച്ചതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അടിയന്തര പ്രമേയമായി നോട്ടീസായി സ്വർണ്ണക്കൊള്ള വിഷയം കൊണ്ടുവരുമോ എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും എന്നത് തന്നെയാണ്. അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അതും പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സഭ നടക്കുക. വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് തന്നെയാണ് സഭ ഇന്ന് സാക്ഷ്യം വഹിക്കുക. രാഗി.